സ്നേഹസ്പർശം വ്യാപാരി കുടുംബ സുരക്ഷാ പദ്ധതി അംഗങ്ങൾക്കുള്ള ID കാർഡുകൾ വിതരണം ചെയ്തു. കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി ഓച്ചിറ ഇടയനമ്പലം യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. CR മഹേഷ് MLA വിതരണോദ്ഘാടനം നിർവഹിച്ചു. കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി ഇടയനാമ്പലം യൂണിറ്റ് സ്നേഹസ്പർശം വ്യാപാരി കുടുംബ സുരക്ഷാ പദ്ധതിയിലെ അംഗങ്ങൾക്കായുള്ള ID കാർഡുകൾ വിതരണം ചെയ്തു. CR മഹേഷ് MLA വിതരണോദ്ഘാടനം നിർവഹിച്ചു. അവിടുന്ന് ഇവിടുന്നൊക്കെ മറിച്ചും തിരിച്ചും പണ്ട് പുരാതന കാലം പോലെ നടന്നു വരുന്ന ഒരു സംരംഭമായതുകൊണ്ട് എങ്ങനെ ഇത് അടച്ചിടും എന്നുള്ള രീതിയിൽ തുറന്ന് പ്രവർത്തിച്ച് മുന്നോട്ട് പോവുകയാണ്. അക്കൂട്ടത്തിൽ ഒരാൾ വീണുപോയാൽ ആ കുടുംബം അനാഥമാകാതിരിക്കാൻ വേണ്ടിയിട്ട് ദൈവത്തിന്റെ സ്വന്തം പദ്ധതിയായി മാറിയിരിക്കുന്ന കേരളത്തിലെ വ്യാപാരി സമൂഹം ഹൃദയം കൊണ്ട് ഏറ്റെടുത്ത സ്നേഹസ്പർശം കുടുംബ സുരക്ഷാ പദ്ധതി. ഒരു കുടുംബത്തിൽ ഒരു വ്യാപാരി മരണപ്പെട്ടാൽ ആരുടെയും മുമ്പിൽ കൈനീട്ടാതെ 10 ലക്ഷം രൂപ ലഭിക്കുന്ന പദ്ധതിയാണ്. ഇപ്പോൾ കേരളത്തിലെമ്പാടും ഞാൻ മനസ്സിലാക്കുന്നത് 19ഓളം പേർ മരണപ്പെട്ടു എന്നാണ്. ഇത് 10 പേർക്ക് ഈ ധനസഹായം കിട്ടിക്കഴിഞ്ഞു, 15 പേർക്ക് കിട്ടിക്കഴിഞ്ഞു. ഇടയനമ്പലം യൂണിറ്റ് പ്രസിഡന്റ് Y ബഷീർ അധ്യക്ഷത വഹിച്ചു. യൂണിറ്റ് ജനറൽ സെക്രട്ടറി K ഷഹജഹാൻ സ്വാഗതം പറഞ്ഞു. കൊല്ലം ജില്ലാ സെക്രട്ടറി D വാവാച്ചൻ മുഖ്യപ്രഭാഷണം നടത്തി. യൂണിറ്റ് വൈസ് പ്രസിഡന്റ് ഷിഹാബ് ഷാനൂസ്, മേഖലാ ജനറൽ സെക്രട്ടറി രാജഗോപാൽ, സംസ്ഥാന കൌൺസിൽ അംഗം ബാബീസ് വിജയൻ, രാഗം യൂണിറ്റ് ജനറൽ സെക്രട്ടറി സുൽഫിഖാൻ, യൂണിറ്റ് ട്രഷറർ സോമശേഖരൻ നായർ തുടങ്ങിയവർ പങ്കെടുത്തു. ഏതൊരു സംഘടന നടത്തിയാലും അതിനൊക്കെ വെളിയിൽ നിന്ന് ആളിനെ കൊണ്ടുവന്നിട്ടാണ് പരിപാടികൾ ഗംഭീരമാക്കുന്നത്. നേരെ മറിച്ച് നമ്മുടെ വ്യാപാരികളും നമ്മുടെ വ്യാപാരി കുടുംബവും മാത്രമാണ് ആ പരിപാടിയിൽ പങ്കെടുത്തതെന്നുള്ളതാണ് എന്റെ സവിശേഷത. കാര്യം അത്രമാത്രം ജനങ്ങളായിരുന്നു. ഞങ്ങളൊക്കെ കൊണ്ട് ചെല്ലുമ്പോൾ ഞങ്ങൾക്ക് കയറാൻ പോലും പറ്റാത്ത രീതിയിലാണ്. എല്ലാ ജില്ലാ കമ്മിറ്റികളും ഇതിനെ രൂപപ്പെടുത്തി ഇതെങ്ങനെയാണ് ഇത് വേണ്ടതെന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് അന്യോന്യം വ്യാപാരികൾ തന്നെ അന്യോന്യം സഹായിച്ച് ആ കുടുംബത്തെ രക്ഷിക്കാനുള്ള പദ്ധതി. അതിന് മിക്കവാറും ജില്ലക്കാരത് തയ്യാറെടുത്ത് കൊല്ലം ജില്ലയെ നടപ്പിലാക്കാൻ വേണ്ടി 9 മാസം 1 വർഷത്തോളം ഇത് ചർച്ച ചെയ്ത് അതിന്റെ നിയമാവലി കാര്യങ്ങൾ ഒപ്പിച്ചെടുക്കാൻ തന്നെ 1 വർഷത്തോളം നടപടി നടത്തിയതാണ്. ഞാൻ നീട്ടിക്കൊണ്ട് പോകുന്നതല്ല, പക്ഷെ ചില കാര്യങ്ങൾ എനിക്ക് പറഞ്ഞ് നിങ്ങളെ വിശ്വസിക്കുമ്പോൾ നമ്മളിൽ ഓരോരുത്തരിൽ നിന്നും സ്വരൂപിക്കുന്ന 100 രൂപയാണ് ആ 10 ലക്ഷം രൂപയായിട്ട്. ഒരിക്കൽ 10 ലക്ഷം രൂപ ഒന്നിച്ച് കാണാനോ എണ്ണാനോ കഴിവില്ലാത്ത ചില കുടുംബങ്ങളിലും ആ പൈസ എത്തുമ്പോഴുണ്ടാകുന്ന ഒരു ശാന്തി, സമാധാനം, സംരക്ഷണം നിങ്ങൾ ഓരോരുത്തരും വിലയിരുത്തി നോക്കണം. ന്യൂസ് ബ്യൂറോ, തഴവ.